ഹായ് ഹലോ നമസ്കാരം. എക്സോഡി ബീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കണ്ടില്ലേ, നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2.5 കൊല്ലം കഴിഞ്ഞു ഗായ്സ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വേറൊന്നുമല്ല, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 കൊല്ലം കഴിഞ്ഞു. 2 കൊല്ലവും 6 മാസവും കഴിഞ്ഞു. കണ്ടില്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയില് മുടി കുറച്ചുകൂടെ വളർത്തിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന് മുന്നേ ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ട്രിം ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 3-4 ദിവസമായി ട്രിം ചെയ്തിട്ട്. ട്രിം ചെയ്യുന്നത് എപ്പോഴും ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് എപ്പോഴും ട്രിം ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുന്നവരോട് വേറൊന്നുമല്ല, ട്രിം ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ 1 വർഷം വരെ ട്രിം ചെയ്യാനോ ഷേവ് ചെയ്യാനോ പാടില്ല. അതിനുശേഷം ട്രിം ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കണ്ടില്ല, ഞാൻ എപ്പോഴും ട്രിം ചെയ്യുന്നത് വേറൊന്നുമുണ്ടല്ല. ഇപ്പം ഞാൻ ട്രിം ചെയ്യാൻ തുടങ്ങിയത് മിനോക്സിഡിൻ്റെ സ്പ്രേ അടിക്കുന്നുണ്ട്, റൊട്ടോക്സി എഫ് എന്ന് പറഞ്ഞ സ്പ്രേ. പിന്നെ രാവിലെ തന്നെ അതുപോലെ ഓയിൽ തേക്കുന്നുണ്ട്. ഓയിൽ എന്ന് പറയുമ്പോഴത്തേക്കും റോസ്മേരിയും ഗ്രാമ്പും കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു ഓയിലാണ് കേട്ടോ, വെളിച്ചെണ്ണ തേക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് വളർന്ന് നമ്മുടെ മുടിയുടെ ഗ്രോത്ത് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടില്ലേ, ഈ ഒരു ഇത്രയും പോർഷനിലാണ് ഞാൻ 4000 ഗ്രാഫ്റ്റ് വെച്ചത്. 4000 ഗ്രാഫ്റ്റും ടോട്ടൽ 5000 ഗ്രാഫ്റ്റാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത്. ഈ ഒരു ഇത്രയും പോർഷനിൽ വെച്ചു. പിന്നെ ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, അവിടെ വെച്ചിട്ടില്ല. എക്സിസ്റ്റിംഗ് ഹെയർ തന്നെയാണ്, അത് കൊഴിയാതിരിക്കാനും കൂടെയാണ് ഇപ്പം മിനോക്സിഡിൽ പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യണത്. പിന്നെ അതിനുശേഷം ഈ മേളത്തെ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞൂടാ, ഈ മേളത്തെ ഇത്രയും പോർഷനിൽ ഒരു 1000 ഗ്രാഫ്റ്റും കൂടെ വെച്ചിട്ടുണ്ട്. 1000 ഗ്രാഫ്റ്റ് അവിടെ വെച്ചു. പിന്നെ അതിനുശേഷം ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അവിടെ എക്സിസ്റ്റിംഗ് ഹെയർ തന്നെയാണ്. അത് പിന്നീട് കൊഴിഞ്ഞു പോയതാണ്, ഈ 2 വർഷത്തിനുള്ളിൽ പിന്നീട് കൊഴിഞ്ഞതാണ്. അപ്പോൾ അന്നേരം മുതലേ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത്രയും ഗ്യാപ്പോട് എനിക്ക് കവറായി കിട്ടിയേനെ. ഇത്രത്തോളം തിക്നെസ് കിട്ടില്ല, കാരണം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞ മുടി കണ്ടില്ലേ, നല്ല തിക്കാണ്. നോർമൽ ഹെയറിനേക്കാളും നല്ലതുപോലെ തിക്കാണ്. ഏറ്റവും തിക്കായിട്ടുള്ള ഗ്രാഫ്റ്റ് ആയിരിക്കും ഫ്രണ്ടിലേക്ക് വെക്കുന്നത്. 5000 ഗ്രാഫ്റ്റ് 4000 ഗ്രാഫ്റ്റിന്റെ തലയുടെ ബാക്ക് സൈഡിൽ നിന്നും പിന്നെ 1000 ഗ്രാഫ്റ്റിനുള്ളിൽ എൻ്റെ താടിയിൽ നിന്നുമാണ് എടുത്തേക്കുന്നത് കേട്ടോ, ഈ ഒരു കഴുത്തിന്റെ താഴത്തെ പോർഷനിലേക്ക്. ഇപ്പൊ ട്രിം ചെയ്തിട്ടുള്ളതുകൊണ്ട് അറിയുന്നില്ല, അല്ലെങ്കിലും അറിയാനൊന്നും പറ്റില്ല. കണ്ടില്ലേ, നമ്മൾ നല്ലപോലെ പറ്റിച്ച് ട്രിം ചെയ്യുന്ന സമയത്ത് ഡോണർ ഏരിയ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഡോണർ ഏരിയയുടെ അവസ്ഥ. കണ്ടില്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു 1-2 ആഴ്ച മുടി വളർത്തി കഴിയുമ്പോൾ ആ ഒരു പാട് മാർക്കൊക്കെ അങ്ങ് മാറും, അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്തിരിക്കും. പറ്റിച്ച് ട്രിം ചെയ്യുമ്പോൾ 0 ലിറ്റർ അല്ലെങ്കിൽ 1 ലിറ്റർ ട്രിം ചെയ്യുമ്പോൾ 3 മില്ലിമീറ്ററിൽ ട്രിം ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അല്ലാതിരിക്കുമ്പോൾ ഒന്നും അറിയുന്നൊന്നുമില്ല. 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ആണ്, പഴയതുപോലെ തന്നെയാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലപോലെ ട്രിം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് മുടി ഗുണമായതോട്ട് തോന്നുന്നത്. ഞാനിപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് എന്തിനാണ് വീണ്ടും വെട്ടിക്കളയുന്നതെന്ന് പലർക്കും സംശയം ഉണ്ടാവും. വേറൊന്നുമില്ല, നമ്മുടെ ഉദ്ദേശം, എൻ്റെ ഉദ്ദേശം മുടി കൂടുതലായിട്ട് നീട്ടി വളർത്തുക എന്നല്ല. നമ്മുടെ തലയിൽ മുടിയുടെ ഉള്ളുണ്ടാവണം. മുടിക്ക് ഉള്ളുണ്ടെങ്കിലേ നമുക്ക് എത്ര വേണം നീട്ടി വളർത്താൻ പറ്റുള്ളൂ. ഫസ്റ്റ് അതാണ് നമ്മുടെ പ്രയോറിറ്റി. രണ്ടാമത് ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മുടി വളർത്താം. ഒരു 2 മാസം മുടി വളർത്തി കഴിഞ്ഞാൽ പഴുതൂലാവും. നമുക്ക് എത്ര വേണം നീട്ടി വളർത്താം. പിന്നെ മുടി നീട്ടി വളർത്തി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്പ്രേയുടെ അളവ് കൂടുതലായിരിക്കണം, കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ എണ്ണയും കൂടുതലായിട്ട് നമുക്ക് തേക്കേണ്ടി വരും. വേർക്കുന്നതിൻ്റെ പെട്ടെന്ന് വേർക്കും, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് വളർത്തിയിട്ട് മെഡിസിൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, മുടി ഒഴിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ ഇട്ടേക്കാം, അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. അന്നേരം മുടി വളർത്തുന്ന സമയത്ത് ഞാൻ തല ചെയ്യുമ്പോൾ എണ്ണ തേക്കുമ്പോൾ ഒന്നും ഒരു മുടി പോലും എനിക്ക് കൊഴുന്നുണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വീണ്ടും ഞാനൊന്നുകൂടെ ട്രിം ചെയ്തേ ഉള്ളൂ. ഇനി എപ്പോൾ വേണം മുടി വളർത്തുന്നുണ്ടെങ്കിൽ വളർത്താം കേട്ടോ. അപ്പോൾ വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. മിനോക്സിഡിൻ്റെ സ്പ്രേ, മിനോക്സിഡിലും ഫിനോസ്ട്രൈഡും അടങ്ങിയ സ്പ്രേ ആണ്. ആൽക്കഹോൾ 95% കണ്ടന്റുള്ള റൊട്ടോക്സി എഫ് എന്ന് പറയുന്ന സ്പ്രേ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നൈറ്റ് കിടക്കാൻ നേരത്ത് യൂസ് ചെയ്യും. ഡെയിലി യൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു 5 അല്ലെങ്കിൽ 6 ദിവസം യൂസ് ചെയ്യാറുണ്ട്, ഒരു നേരം ഡെയിലി. രാത്രി കിടക്കുമ്പോൾ സ്പ്രേ അടിച്ചിട്ട് കിടക്കും. എക്സിസ്റ്റിംഗ് ഹെയറിലും ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ 2ലും അടിക്കുന്നുണ്ട്. രാത്രി കിടക്കുമ്പോൾ ഹെഡൊക്കെ 2 നേരം എന്തായാലും കുളിക്കുന്നുണ്ട്. അപ്പം രാത്രി കുളിച്ചതിന് ശേഷം വന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് സ്പ്രേ അടിച്ചിട്ട്
കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് കഴുകിക്കളയും. അതുപോലെ തന്നെ രാവിലെ അതിനുശേഷം മറ്റ് ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഒരു 20 മിനിറ്റ് മുമ്പായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യും. നമ്മുടെ റോസ്മേരിയും പിന്നെ ഗ്രാമ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓയിൽ, അത് വെളിച്ചെണ്ണ, അത് അപ്ലൈ ചെയ്തതിന് ശേഷം കുളിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഒന്ന് മിനോക്സിഡിലാണ് എനിക്ക് കൂടുതൽ എഫക്റ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ പണ്ട് മുതൽ ഞാനങ്ങനെ ഈ ഓയിലൊന്നും അങ്ങനെ ഒരുപാടൊന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റോസ്മേരി നല്ല എഫക്റ്റീവ് ആയതുകൊണ്ടും എനിക്ക് വേറെ കുഴപ്പമില്ല. ഇപ്പം നല്ല അത്യാവശ്യം വേറെ മുടി കൊഴിച്ചിലും ഇപ്പം ഇല്ല. നിലവിൽ എനിക്ക് മുടി കൊഴിച്ചിലില്ല, ഒട്ടുമില്ല. 0 ആണ് മുടി കൊഴിച്ചിൽ. എത്രത്തോളാണെന്ന് വെച്ചാൽ 0 ആണ്. ഒരു മുടി പോലും കൊഴിയുന്നില്ല. നമ്മൾ എത്രത്തോളം പ്രഷർ കൊടുത്താലോ ഷവറിൻ്റെ ചുവട്ടിൽ നിന്നാലും ഒന്നും അങ്ങനെ മുടി കൊഴിയുന്നില്ല. സംഭവം ഇതാണ്, സത്യാവസ്ഥ ഇതാണ്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താലും നമ്മൾ മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ തലയിൽ എത്ര വർഷം വേണം മുടി നിൽക്കും. അതിനിപ്പോൾ പറയാം. നിങ്ങൾ ഒരു 20, 25, 30, 35 വയസ്സിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആളായപ്പോലും 20 വയസ്സിൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾ അതിനുശേഷം ഒരു 40 വയസ്സ് ആവുന്നത് വരെയും ഇതുപോലെ മിനോക്സിഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന്, മിനോക്സിഡിലോ ഫിനാസ്ട്രൈഡോ ഏത് കണ്ടന്റുള്ള ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയ മരുന്ന് ആണെന്നുണ്ടെങ്കിൽ എത്ര കാലം നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്താലും വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തോളൂ. അതിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആർക്കും ചെയ്യാം. മുടി കൊഴിച്ചിലിന്റെ ഏറ്റവും അവസാനത്തെ സൊല്യൂഷനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഓക്കെ, അതിനുമുമ്പ് PRP അതുപോലെ തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൊഴിഞ്ഞു പോയ സ്ഥലത്ത്, കംപ്ലീറ്റ്ലി മുടി കൊഴിഞ്ഞു പോയ സ്ഥലത്ത്, കഷണ്ടി അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ എന്നുള്ള ഏരിയയിൽ വീണ്ടും മുടി വളരണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ സൊല്യൂഷൻ ഉള്ളൂ. അവസാനത്തെ സൊല്യൂഷനാണ്. വെറുതെ കുറച്ച് നെറ്റ് കയറലുള്ളത് കൊണ്ട് മാത്രം ആർക്കും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങേറ്റം കൊഴിഞ്ഞു പോയി നല്ല രീതിയിൽ വീണ്ടും കൊഴിച്ചിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാം. അതിനൂടെ നമ്മൾ മെഡിസിനും കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ മെഡിസിൻ ചെറിയ നെറ്റ് കയറലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, മെഡിസിൻ അല്ലെങ്കിൽ PRP തന്നെ നിൽക്കും. ട്രാൻസ്പ്ലാന്റേഷൻ്റെ ആവശ്യമില്ല. ട്രാൻസ്പ്ലാന്റേഷൻ അവസാനത്തെ സൊല്യൂഷനാണ്. ഞാനത് പ്രത്യേകം എടുത്ത് പറയാം. എല്ലാവരും ഇപ്പോൾ ചെറുതായിട്ടൊന്ന് നെറ്റ് കയറുമ്പോൾ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ഭയങ്കര പോപ്പുലർ ആയതുകൊണ്ടും അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ ഉള്ളതുകൊണ്ടും ആർക്കും വേണോ ചെയ്യാമെന്നുള്ള രീതിയിലിരിക്കണം. പക്ഷേ അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊന്നുമല്ല. കാരണം അതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെറ്റ് കയറിൽ മാത്രമുള്ള ഒരാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു, അതിനുശേഷം അയാൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഏരിയയിൽ ഭയങ്കര ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അതിനുശേഷം എക്സിസ്റ്റിംഗ് ഹെയർ വീണ്ടും കൊഴിയാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നല്ല വലുതായിട്ടിരിക്കും, ബാക്കിൽ കൊഴിഞ്ഞു തുടങ്ങും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് ഈ നടുക്ക് ഗ്യാപ്പ് കാണുന്നത്. അതെനിക്ക് ഇനി പിന്നീട് ചെയ്യേണ്ടി വരും, ഉറപ്പായിട്ട് ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഇവിടെ കുറച്ച് ഗ്രോത്ത് കൂടുതലും മറ്റത് ഗ്രോത്ത് കുറവായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ലപോലെ മുടി കൊഴിച്ചിലോ അങ്ങനെ വല്ലതും വരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ചെയ്യുന്നത് നല്ലതാണ്, ഇല്ലാന്ന് പറയുന്നില്ല. അപ്പോൾ എനിക്കും എന്തായാലും ഉറപ്പായിട്ടും ഞാൻ എന്തായാലും ഒരു തവണ കൂടെ ഒരു സിറ്റിംഗ് കൂടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യും. മാക്സിമം 3000 ഗ്രാഫ്റ്റിനുള്ളിൽ. അതിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് കവർ ചെയ്യേണ്ടത്. 2000 ഗ്രാഫ്റ്റ് ഇവിടെയും ചെയ്യേണ്ടി വരും, ഇവിടെ 1000 ഗ്രാഫ്റ്റും ചെയ്യേണ്ടി വരും പിന്നീട്. ഇപ്പോൾ ഞാൻ പറയില്ല, പലരും ചോദിക്കുന്നുണ്ട് എത്ര വയസ്സിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതെന്ന്. ഞാൻ എൻ്റെ 29-ാമത്തെ വയസ്സിലാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ഇപ്പം 31 വയസ്സായിട്ടുണ്ട്, 2 വർഷം കഴിഞ്ഞു. സോ കണ്ടില്ലേ, ഈ ഒരു ഗ്രോത്ത് ആണ് ഇപ്പോൾ. അതിന് മുന്നേ ഉള്ള പിക്ചറൊക്കെ ഞാൻ സൈഡിൽ ഇട്ടേക്കാം. കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പണ്ട് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷന് മുന്നേ എങ്ങനെയാണ് എൻ്റെ ഫേസ് ഇരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം മുടി കൊഴിച്ചിൽ, എത്ര സ്റ്റേജ്. എനിക്ക് തോന്നുന്നു ഒരു 5 or 6 സ്റ്റേജൊക്കെ ആയിട്ടുണ്ട് എൻ്റെ മുടി കൊഴിച്ചിൽ. നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ചോദിച്ചാൽ ഭയങ്കര മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. ആ ഒരു വ്യത്യാസം ഭയങ്കര ചേഞ്ചാണ്. പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീണ്ടും പറയുന്നത് പറഞ്ഞല്ല, വീണ്ടും പഴയ വീഡിയോസ് കാണാത്തവർ പഴയ വീഡിയോസും കൂടെ കാണുക കേട്ടോ. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ പഴയ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ മേളിലൊക്കെ ഇട്ടേക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കാരണം വെച്ചാൽ വീണ്ടും ആൾക്കാർ സംശയങ്ങൾ അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനും കൂടെ വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ഞാൻ വീണ്ടും പറയുന്നത്. പിന്നെ ചെയ്യുന്ന ക്ലിനിക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ പഠിച്ചിട്ട് നിങ്ങളും ട്രാൻസ്പ്ലാന്റേഷൻ എന്താണ്, അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്, അതിൻ്റെ നല്ല വശങ്ങളും മോശമായ വശങ്ങളും ഒന്ന് ഓർത്തു വയ്ക്കുക. കാരണം ഇത് ഒരുപാട് പോപ്പുലർ ആവുന്ന സമയത്ത് ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. പിന്നീട് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല. ഞാൻ പോയ ക്ലിനിക്കിൽ അവർ പറഞ്ഞു തന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, ഞാൻ പോയത് പഞ്ചാബിൽ മൊരിന്ത എന്ന് പറയുന്ന സ്ഥലത്ത് കക്കർ ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന റിക്കവർ ഹെയർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് പോയത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് ലൈഫ് ടൈം വാറണ്ടിയാണ്, പക്ഷെ മുടി കൊഴിഞ്ഞു പോയാൽ വീണ്ടും ചെയ്തു തരാമെന്ന് അവർ പറയുന്നുണ്ട്.
ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ഏരിയയിലെ മുടി കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈഫ് ടൈം ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഓക്കെ, അതൊരു കാര്യം. പിന്നെ 1 വർഷം മാത്രം നമുക്ക് മെഡിസിൻ യൂസ് ചെയ്താൽ മതി എന്നാണ് അവർ ആദ്യമേ പറഞ്ഞത്. 1 വർഷം കഴിഞ്ഞ് എനിക്ക് മുടി കൊഴിച്ചിൽ വന്ന സമയത്ത് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ വീണ്ടും ഒരു ടാബ്ലറ്റ് എഴുതി തന്നു, വീണ്ടും കണ്ടിന്യൂ എഴുതി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ എത്ര കാലം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ സീസണിൽ ഉണ്ടാവും. പിന്നെ മുടി വളരെ എന്നുള്ള രീതിയിലുള്ള ഒരു ഉഴപ്പുള്ള ഒരു മറുപടിയാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്. സോ എന്ന് വെച്ചാൽ അവരുടെ കാര്യം കഴിഞ്ഞു, നമ്മളെ കൊണ്ടുള്ള അവരുടെ യൂസ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഇനി അവർ കെയർ ചെയ്യില്ല. അവരുടെ ഫോളോ അപ്പ് ഒക്കെ മെസ്സേജിന് റിപ്ലൈ ഒക്കെ തരും, വിളിക്കുന്നതിന് മറുപടിയൊക്കെ തരും. പക്ഷെ കൂടുതലും നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തും. ട്രാൻസ്പ്ലാന്റേഷന് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ എത്തും എന്നാണ് ഞാൻ ചെയ്ത ക്ലിനിക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. സോ അത്യാവശ്യം ബെറ്റർ ഓപ്ഷൻ, നല്ല ഏറ്റവും ചീപ്പായിട്ടുള്ള റേറ്റിലും ചെയ്യരുത്, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം വേണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ ഇഷ്ടം. ഞാനൊന്നും പറയില്ല. പക്ഷെ കാണുന്ന ആൾക്കാരെ മുടി കൊഴിച്ചിൽ ഒരു തവണ ഉണ്ട്, അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഉള്ള ആൾക്കാരായിരിക്കുമല്ലോ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അവർക്കുള്ള മറുപടി ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക, നിങ്ങളുടെ മുടിയെക്കുറിച്ചും നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനെ കുറിച്ചും നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം എല്ലാവർക്കും എല്ലാ മെഡിസിനും എഫക്റ്റീവ് ആയിരിക്കില്ല. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് അലർജി, സ്കിൻ ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ തലയിൽ മുഴകൾ, അങ്ങനത്തെ പ്രശ്നമുള്ളവരുണ്ട്. എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ക്ലിനിക്ക് പക്കയായിരുന്നു, ചെയ്ത ആൾക്കാരും പക്കയായിരുന്നു, റിസൾട്ട് പക്കയായിരുന്നു. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം. അതിന് വലിയ ചിലവൊന്നുമില്ല. കാരണം സൈഡ് എഫക്ട്സ് ഇല്ലാത്തത് കൊണ്ട് വലിയ ചിലവൊന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്ക് രാത്രിയൊന്നും മരുന്നടിച്ചിട്ട് കിടക്കുന്നതിന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതൊരു ശീലമായി. കഴിഞ്ഞ 1-2 വർഷത്തോളമായിട്ട് ഇപ്പോൾ അതൊരു ശീലമായി. ആദ്യത്തെ കുറച്ച് കാലത്തേക്കൊക്കെ തലയുടെ സെൻസിറ്റിവിറ്റി ഒന്ന് കുറയും. അതെന്ന് വെച്ചാൽ തല നമുക്കൊരു പരുക്കനായിട്ട് വേറെ തലയിൽ പിടിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല തലയിൽ ഇങ്ങനെ തടവുമ്പോൾ. ഇപ്പം അത് മാറി കിട്ടി. ഇപ്പം നോർമലാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത തലയിൽ സർജറി ചെയ്യുന്നതല്ലേ, മൈനർ ആണെങ്കിൽ അതൊരു ചെറിയൊരു സർജറി തന്നെയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. പിന്നെ മുടി വെട്ടിയത് വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ലതുപോലെ തല വീണ്ടും ഗ്രോത്ത് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ തിക്നെസ്സും തോന്നിക്കും ഇങ്ങനെ മുടി വെട്ടുന്ന സമയത്ത്. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വെയിലടിക്കാതിരിക്കുക, വേർക്കാതിരിക്കുക, അതൊക്കെ നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ്റെ ശേഷമല്ല, ട്രാൻസ്പ്ലാന്റേഷന് മുന്നേ ആയാലും മുടി കൊഴിച്ചിലുള്ള ഏതൊരു ആൾക്കാരും അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് വേർക്കുകയോ, മുടി കൊഴിച്ചിലുള്ളവർക്ക് വേർക്കുകയോ, അതുപോലെ തന്നെ വെയിൽ കൂടുതലായിട്ട് കൊഴിയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വൈറ്റമിൻ ഡിയുടെ കണ്ടന്റ് കുറയും. അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻ മുടിക്കും നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനാണ്. അപ്പോൾ അതിനുള്ള ആവശ്യമുള്ള ആഹാരക്രമങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഞാനിങ്ങനെ നോക്കിയിട്ടല്ല ചെയ്യുന്നത്, പക്ഷേ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ 2 മെഡിസിൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നല്ല കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്തില്ലെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉഴപ്പ് കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും അതിലൊരു അതിന് നമ്മൾ ഉഴപ്പാതിരിക്കുക, അത്രേ ഉള്ളൂ. നമുക്ക് സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ട്രാൻസ്പ്ലാന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, പിന്നെ കൂടുതൽ പേര് നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം ഒരേ കാര്യം തന്നെ ചോദിച്ചിട്ട് പല ആൾക്കാരും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറുമല്ലോ. സോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ആണ് ഞാൻ ക്ലിയർ ആക്കി തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ബൈ ഫ്രം എക്സോട്ടിക് ബീസ്റ്റ്.